Hi friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും അരി നുറുക്കിയ നെയ്പ്പത്തിലും. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 പട്ട, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല പെരുക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറുതായിട്ട് തേങ്ങയുടെ കളറ് മാറി വരുമ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിട്ട് ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് ടൈറ്റായി നിൽക്കുമ്പോഴാണ് ഈ കറീൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്പ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തത്. ഇത് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1/2 കപ്പ് തേങ്ങയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ, അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പിന്നെ ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായിട്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് കടിക്കാൻ പാകത്തിന് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അരി വല്ലാതെ ലൂസാണെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ അരി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒരു അടി പരന്ന പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് പരന്ന് കിട്ടും. ഇപ്പോൾ പ്രസ്സൊക്കെ വെച്ച് നമ്മൾ പരത്തുമ്പോൾ വല്ലാതെ കട്ടി കുറഞ്ഞു. അപ്പോൾ ഇത് അധികം കട്ടി കുറയാൻ പാടില്ല. അപ്പോൾ നമുക്കിനി ചുട്ടെടുക്കാം. ഈ നെയ്പ്പത്തിൽ ഇന്ന് കറിയൊന്നും വേണമെന്നില്ല, നമുക്ക് അല്ലാതെ തന്നെ കട്ടൻ ചായക്കൊപ്പം ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും ഈ നെയ്പ്പത്തിലും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.